നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി വീടുകളിലെ അടുക്കള നവീകരിക്കാൻ ഈസി കിച്ചൺ പദ്ധതി വരുന്നു. ജോലിഭാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന പദ്ധതിയാണ് ഈസി കിച്ചൺ പദ്ധതി. ഇതിന്റെ ഭാഗമായി 75,000 രൂപ വരെയാണ് ഒരു അടുക്കള നവീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക. അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഏകോപന സമിതിയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത്. 2021 ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. KSFE വഴിയാണ് വായ്പ നൽകാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ പദ്ധതി കാര്യക്ഷമമായില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈസി കിച്ചൺ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം. കൂടാതെ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ്, MDF കിച്ചൺ അലമാര, 200 ലിറ്റർ വാട്ടർ ടാങ്ക്, കിച്ചൺ സിങ്ക്, പൈപ്പ്, പെയിന്റിംഗ്, സോക്ക് പിറ്റ് നിർമ്മാണം എന്നിവയൊക്കെ ഈ പദ്ധതിയിലൂടെ അനുവദിക്കും. കൂടാതെ വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് 6,000 രൂപ ചെലവിടാം. ഇതിൽ ചിലത് മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കും. ഈസി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റി വെക്കേണ്ടതാണ്. വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ 2 ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ 3 ലക്ഷം രൂപയിലും കൂടാത്തവരാണ് ഈ പദ്ധതിക്ക് അർഹമായിട്ടുള്ളത്. പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് വരുമാന പരിധിയില്ലാതെ തന്നെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് അനുവദിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാവുന്നതാണ്. അതേസമയം ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം കിട്ടില്ല. നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും ഈ പദ്ധതിയിലൂടെ പറ്റില്ല. അടുക്കളയ്ക്കുള്ള പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി വകമാറ്റാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി.